ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളിൽ ഒരുപാട് വരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. ആ വരങ്ങൾ എന്ന് പറയുന്നത് ദർശനവരമാകാം, നിങ്ങൾക്ക് വിഷൻസ് ഉണ്ടാവാൻ തുടങ്ങും, നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രീംസിലൂടെ ദൈവം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വ്യക്തികളിലൂടെ ചില സമയത്ത് ചില പുസ്തകങ്ങൾ നിങ്ങളെ തേടി വരും. ഇങ്ങനെ പല രീതിയിൽ പല സാഹചര്യങ്ങൾ മാക്സിമം ദൈവം അതൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് നിലനിർത്താൻ പഠിപ്പിക്കുന്നുണ്ട്, ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും ദൈവം ഒരു വീഴ്ചയും വരുത്തില്ല. അതായത് അതിലൊന്നും ഒരു ഇന്ന് പഠിപ്പിച്ചു നാളെ പഠിപ്പില്ല, അങ്ങനെയല്ല. ദൈവം വളരെ വിശ്വസ്തനാണ് ആ കാര്യങ്ങളിലൊക്കെ. സോ പല കാര്യങ്ങളിലൂടെ നിങ്ങളെ വളർത്തുന്നതിനും നിങ്ങളെ ഫോർമേഷൻ ചെയ്യുന്നതിനും ഒക്കെ ദൈവം ഒരുപാട് ഇടപെടലുകൾ നടത്തും. ദൈവം അങ്ങനെ വെറുതെ കൈകെട്ടിയിരിക്കുന്ന ഒരു ദൈവമല്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ദൈവം കർമ്മനിരതനാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു സങ്കടത്തെക്കുറിച്ച് ഒരു ബോധ്യം തന്നൊന്നിരിക്കട്ടെ. അപ്പൊ ഈശോ പറഞ്ഞില്ലേ, എനിക്കൊരു സ്നാനം മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. ആ സ്നാനം എന്ന് പറയുന്നത് ഒരു വലിയ സഹനമാണെന്നിരിക്കട്ടെ, അത് നിങ്ങൾ മുൻകൂട്ടി അറിയുവാണ്. ഇങ്ങനെ സംഭവിക്കാൻ പോവാന്ന് നിങ്ങൾ മുൻകൂട്ടി അറിയുമ്പോൾ ആ ഒരു പെടച്ചലുണ്ട് മനസ്സിൽ. അത് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ വാള് ചുമന്നു എന്ന് പറയില്ലേ, അതേ അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈശോ രക്തം വരുത്തുമെന്ന് ചോദിച്ചാൽ ഇനി എടുക്കാൻ പോകുന്ന കുരിശിന്റെ ഭാരം, വേദനകളുടെ ആഴമൊക്കെ ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാണ് ആത്മാവിൽ. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ മനസ്സിലും പറയും, ദാ എനിക്കൊരു സ്നാനം മുങ്ങാനുണ്ട്, അതെന്തായാലും വരും, അതെന്തായാലും ഞാൻ മുങ്ങേണ്ടി വരും. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അതായത് നമുക്കറിയാം തൊട്ടപ്പുറത്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയാം, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമുക്ക് അത്രയും സ്ട്രഗിൾ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അറിയാം. ഇതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവാൻ പോകുന്നു, അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു, ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പല കാര്യങ്ങളിൽ ദൈവം നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തരും. പ്രവാചകനോട് പറയാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. സോ പ്രഡിക്ഷൻ അതൊക്കെ ഓരോരുത്തർക്കും വിഭജിച്ചു കൊടുക്കുന്ന വരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ചിലപ്പം ഒരാൾക്ക് പ്രവചനവരം കൊടുത്തില്ല എന്നിരിക്കും, ചിലപ്പോൾ അവർക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും സ്പിരിച്വാലിറ്റിയുടെ യാത്രയിൽ പലതരം വരങ്ങൾ തന്ന് ദൈവം നമ്മൾ അനുഗ്രഹിക്കും. ഒരിക്കലും അത് തന്നാൽ രണ്ടാമത് അത് ദൈവം തിരിച്ചെടുക്കുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു വിശുദ്ധ ജീവിതം അല്ല നയിക്കുന്നതെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു പാളിച്ച പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രഡിക്ഷൻ അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ പിശാച് നിങ്ങളെ ലീഡ് ചെയ്യുന്നതിലേക്ക് പോകും. അത് ദൈവത്തിൽ നിന്ന് വന്നിരുന്ന എല്ലാ വരങ്ങളുടെയും ഉപയോഗം പൈശാചികതയിൽ നിന്ന് വന്നുകൊണ്ട് പിശാച് നിങ്ങളെ ലീഡ് ചെയ്യുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അവനവനെ തന്നെ വിലയിരുത്തുകയും പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നിങ്ങൾ ദൈവത്തിന്റെ അല്ല പിശാചിന്റെ വക്താവായിട്ട് മാറുകയും ഇതൊക്കെ പിശാചിനും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് നന്മയായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയേണ്ടത്. അതിനൊരു തിന്മയായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. സോ ദൈവം നിങ്ങളെ ഇത് വേർതിരിച്ചറിയാനും വരങ്ങളുടെ ശരിയായ ഉപയോഗത്തിനും അതിനെ ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിച്ച് എളിമയോടുകൂടെ മനുഷ്യന് നന്മയ്ക്കായിട്ട് ഈ വരങ്ങൾ ഉപയോഗിക്കാനും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.